ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ദിവസമാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അല്പസമയത്തിനകം വലിയൊരു മൊഴി നൽകുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകും എന്നുറപ്പായതോടെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ കസേര ഒന്ന് ആടിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച സുപ്രധാന വിവരങ്ങൾ നൽകിയത് തനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു വ്യവസായിയാണെന്നും ലഭിച്ച വിവരങ്ങൾ മുഴുവനും SITക്ക് മുന്നിൽ മൊഴിയായി നൽകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞത് അതിന്ന് യാഥാർത്ഥ്യമാകാൻ പോകുകയാണ്. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അമൂല്യ വസ്തുവായി വിറ്റു എന്നാണ് വ്യവസായി പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 500 കോടി രൂപക്കടുത്താണ് അതിന് വില നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ അയ്യപ്പൻ്റെ വിഗ്രഹങ്ങളും ദ്വാരപാലക ശില്പങ്ങളും സ്വർണ്ണപാളികളും അടക്കം അന്താരാഷ്ട്ര മോഷണ സംഘത്തിന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിഗ്രഹ മാഫിയകൾക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ കോടിക്കണക്കിന് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരായിരിക്കുന്ന കോടിക്കണക്കിന് ആളുകളെ പച്ചയ്ക്ക് പറ്റിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. കോടതിയിൽ രഹസ്യമൊഴി നൽകാനും തയ്യാറാണ് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു. ലഭിച്ച വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിക്കാൻ പോവുകയാണ്. എല്ലാ വർഷവും ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തനാണ് താനെന്നും അതിനാലാണ് ഇത്തരം ഒരു വിവരം കിട്ടിയപ്പോൾ അത് ഏറ്റവും ഉത്തരവാദിത്തത്തോടെ തന്നെ പങ്കുവയ്ക്കണമെന്ന് തോന്നിയത് എന്നും രമേശ് ചെന്നിത്തല പറയുകയാണ്. രമേശ് ചെന്നിത്തല നമുക്കറിയാം വെറുമൊരു നേതാവ് മാത്രമല്ല, മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രി, അതുപോലെ വർഷങ്ങളോളം KPCCയുടെ അധ്യക്ഷൻ, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം, അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയനായ ഒരു നേതാവ് കൂടിയാണ്. അങ്ങനെ കണ്ടതും കേട്ടതും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവക്കാരനുമല്ല, അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു നേതാവുമല്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ 100% ശരിയാണ് എന്ന് തോന്നിയ കാര്യം അദ്ദേഹം ഇന്ന് SIT സംഘത്തിന് മുന്നിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതും ഇനി ഭാവിയിൽ കോടതിയിൽ വേണമെങ്കിലും മൊഴി നൽകാമെന്നും അദ്ദേഹം ഉറപ്പു പറയുന്നു. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് SITക്ക് കത്ത് നൽകിയതാണ് രമേശ് ചെന്നിത്തല. അതിന് പിന്നാലെയാണ് ആ കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം നൽകി തന്നെ SITയും കോടതിയും ആ മൊഴി നൽകാനുള്ള തീരുമാനം രമേശ് ചെന്നിത്തലയെ അറിയിക്കുന്നത്. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധമുണ്ടെന്നും സംഭവം അന്വേഷിക്കണമെന്നുമായിരുന്നു രമേശ് ചെന്നിത്തല ആ കത്തിൽ ആവശ്യപ്പെട്ടത്. ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ മോഷ്ടിച്ച് രാജ്യാന്തര കരിഞ്ചന്തയിൽ വിൽക്കുന്നൊരു സംഘവുമായി ഇവിടുത്തെ ദേവസ്വം ബോർഡിലും ഉള്ള ചിലർക്കും അതുപോലെ കേരളം ഭരിച്ചവർക്കും അടുത്ത ബന്ധമുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതാണ് ഇന്ന് SIT സംഘത്തിന് മുന്നിൽ വരാൻ പോകുന്നത്. കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണമെല്ലാം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് കോടതിയിലും ആ മൊഴിയെത്തും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ഇപ്പോൾ മന്ത്രിക്ക് തൊട്ടു താഴെ വരെ എത്തി നിൽക്കുന്നു. ദേവസ്വം ബോർഡിന്റെ 2 പ്രസിഡന്റുമാരാണ് അകത്ത് കിടക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം അകത്ത് കിടക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വിചാരിച്ചാൽ അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ പോയി ഇത് വിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വരെയോ ഇടപെട്ടിട്ടുണ്ടാകും എന്ന് പറയുന്നവരെ ഇതിൽ കുറ്റം പറയാനാകില്ല. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 500 കോടി രൂപയ്ക്കടുത്ത് ഇടപാട് ഈ സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല കത്തിലും ഇന്ന് നേരിട്ടും പറയുമ്പോൾ അത് ചിലരുടെ, അതായത് മന്ത്രിതലത്തിൽ തന്നെ ചില കസേരകൾക്ക് ഇളക്കം തട്ടുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അത് അല്പസമയത്തിനകം അറിയാം.